അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജയിലിൽ തൻ്റെ കൂടെയുള്ള തടവുകാർക്ക് യൂസുഫ് നബി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീനിൻ്റെ അടിസ്ഥാനമായ ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും ഇല്ലാത്തവരായിരുന്നു അന്നത്തെ ഈജിപ്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് താൻ അവരുടെ മതത്തെയും ആരാധനാ രീതിയെയും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞതെന്ന് യൂസുഫ് നബി സഹതടവുകാരോട് പറഞ്ഞത്. അക്കാര്യമാണല്ലോ കഴിഞ്ഞ ആയത്തിൽ നാം പഠിച്ചത്. തുടർന്ന് താൻ പിന്തുടരുന്ന യഥാർത്ഥ ദീൻ തൻ്റെ പിതാവായ യാക്കോബും അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്ഹാക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹീമും സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ദീനിനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ പരാമർശിച്ച യൂസുഫ് നബിയുടെ പിതാവും പിതാവിൻ്റെ പിതാവും പിതാമഹൻ്റെ പിതാവുമൊക്കെ പ്രവാചകന്മാരായിരുന്നല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മനുഷ്യരിൽ ആദരണീയരായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്: നബിയുടെ മകൻ നബിയുടെ മകൻ നബിയുടെ മകൻ നബിയുടെ മകനായ യൂസുഫ് എന്നാണ്. അതായത് ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാക്ക് നബിയുടെ മകൻ, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. എൻ്റെ പൂർവികന്മാരായ ആ പ്രവാചകന്മാരൊക്കെ ബഹുദൈവ വിശ്വാസത്തെ ഇല്ലാതാക്കി ഏകദൈവ വിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. എന്നെയും എൻ്റെ പൂർവ്വപിതാക്കളായ ഈ മഹാന്മാരെയും ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരകരായി പ്രവാചകന്മാരാക്കിയത് ഞങ്ങൾക്കെന്ന പോലെ ജനങ്ങൾക്കും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. ഇതാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി കൊണ്ട് യൂസുഫ് നബി പറയുന്നതായി ഇന്ന് പഠിക്കുന്ന 38-ാമത്തെ ആയത്തിലുള്ളത്. വത്തബഅ്തു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഇ ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. واتبعت ملة آبائي ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ. എൻ്റെ പിതാക്കന്മാരായ ഇബ്രാഹീമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും മാർഗമാണ്, അല്ലെങ്കിൽ ദീനാണ്, മതമാണ് ഞാൻ പിന്തുടർന്നു പോരുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തൻ്റെ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയെക്കുറിച്ചും മറ്റും ഈജിപ്തിലെ ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. യൂസുഫ് നബി ഈജിപ്തിലെത്തിയ ശേഷം ആദ്യമായിട്ടായിരിക്കണം താൻ ആരാണെന്ന്, തൻ്റെ പിതാക്കന്മാരാരാണെന്ന് വെളിവാക്കുന്നത്. ഇതിനു മുമ്പ് ഈജിപ്തിലെത്തിയപ്പോൾ ഇത്രയും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴൊന്നും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ യുക്തി നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കാം. യഥാർത്ഥ അവസരത്തിനു മുമ്പ് അത് വ്യക്തമാക്കിയാൽ അത് പ്രതികൂലമായി വരുമെന്നതുകൊണ്ടുമാവാം. ഏതായാലും അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നത് ഒരു പുതിയ മതമല്ല, അത് എൻ്റെ പിതാക്കന്മാരായ പ്രവാചകന്മാർ അനുവർത്തിച്ചു പോന്ന മതം തന്നെയാണ്. അത് ഏകദൈവ വിശ്വാസമാണ്. അതായത് ഏകദൈവ വിശ്വാസമാണ് ഞങ്ങളുടെ ദീനിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് മാക്കാനലന അന്നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും ഞങ്ങൾക്ക് പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെയെങ്കിലും ദൈവമായി പങ്കു ചേർക്കുന്നത് വലിയ പാപമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതുണ്ടാവാൻ പാടില്ല. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, ഇത് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ മഹത്തായ ഫളിലിൽപ്പെട്ടതാണ്, അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഏകദൈവ വിശ്വാസികളാവുക എന്നതും അതിൻ്റെ പ്രചാരക ദൗത്യം ഏൽപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാരാവുക എന്നതും ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. വ അലന്നാസി, ജനങ്ങൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അവർ ഏകദൈവ വിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുക എന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, പക്ഷേ അധിക മനുഷ്യരും നന്ദി കാണിക്കുന്നവരല്ല. ഏകദൈവ വിശ്വാസത്തിൻ്റെ വഴി സ്വീകരിക്കാനുള്ള അവസരം നൽകി അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ആ അനുഗ്രഹത്തെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ വിജയം നേടിയെടുക്കാൻ, അതായത് ഏകദൈവ വിശ്വാസം സ്വീകരിക്കാൻ അധികം ആളുകളും തയ്യാറാവാതെ അള്ളാഹുവിൻ്റെ തന്നെ സൃഷ്ടികളെ അള്ളാഹുവിനോട് പങ്കുചേർത്തുകൊണ്ട് ബഹുദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണ് അധികം ആളുകളും എന്നാണ് പറയുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.